മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനം നേരിടുന്ന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. പ്രതിരോധ നടപടികളിൽ വനംവകുപ്പിനൊപ്പം ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാഗമാകും. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിക്കും. മുഖ്യമന്ത്രി അധ്യക്ഷനായാണ് സംസ്ഥാനതല സമിതി. വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം തുടങ്ങണമെന്നും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ നിലവിലുള്ള നിയമക്കുരുക്കുകൾ മറികടക്കാൻ കഴിയുമെന്ന് വനമന്ത്രി A.K. ശശീന്ദ്രൻ പ്രതികരിച്ചു. കാട്ടാന ആക്രമണങ്ങളിൽ മാത്രം കേരളത്തിൽ ഇതുവരെ ഇക്കൊല്ലം നഷ്ടമായത് 7 ജീവനുകൾ. മറ്റു വന്യജീവി ആക്രമണങ്ങളുടെ കണക്ക് കൂടിയെടുത്താൽ ആ പട്ടിക ഞെട്ടിക്കുന്നതാണ്. കക്കയത്തും അതിരപ്പള്ളിയിലും പ്രതിഷേധം അടങ്ങിയിട്ടില്ല. പിന്നാലെയാണ് സർക്കാർ ഇടപെടൽ. വന്യമൃഗാക്രമണങ്ങളിൽ തുടർച്ചയായ ആളുകൾ കൊല്ലപ്പെട്ടതോടെ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പിന്നാലെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ വകുപ്പായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാകും വന്യജീവി ആക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾ. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനായ മന്ത്രിതല സമിതിയിൽ വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിമാരും ഉണ്ടാകും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായാണ് ഉദ്യോഗസ്ഥ സമിതി. ജില്ലാ സമിതിയിൽ ജില്ലാ ചുമതലയുള്ള മന്ത്രിയും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും DFOയും മെഡിക്കൽ ഓഫീസറും ഉണ്ടാകും. മറ്റു പ്രകൃതി ദുരന്തങ്ങളെപ്പോലെ വന്യമൃഗ ആക്രമണവും ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിക്കുക, ദുരന്ത നിവാരണ സമിതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നാണ് തീരുമാനിച്ചത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. നഷ്ടപരിഹാര തുക വേഗത്തിൽ നൽകാൻ വനം മേധാവിക്ക് ചുമതല നൽകും. ഇതിനുള്ള ചെലവിനെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായി. വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ നിരീക്ഷണത്തിന് വനം വകുപ്പ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറക്കണം. നിരന്തര സംഘർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കും. നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ജീവനക്കാരെയും ഉപകരണങ്ങളും കൊടുത്ത് ശക്തിപ്പെടുത്തും. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ചേരാനും മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാരിന്റെ ഇടപെടലൊക്കെ നല്ലതാണ്. പക്ഷേ ഇനിയും എത്ര കാലം വനയോര മേഖലയിലെ ആളുകൾ ജീവനും ഭയന്ന് ജീവിക്കും? ആശങ്ക സ്വാഭാവികമാണ്. കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ഇനിയും ഉയരും. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ സർക്കാർ നടപടികൾ സ്വീകരിക്കുകയാണ്. വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു വിമർശനം വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. നേരത്തെ ഇടപെടേണ്ട കാര്യമായിരുന്നു. നേരത്തെ കുറച്ചുകൂടെ രീതിയിൽ പോകുമായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് ഇതിനെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. അശ്രദ്ധമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വനങ്ങൾ കംപ്ലീറ്റ് വെട്ടിപ്പിടിച്ച് ഇങ്ങനെ തോടും കായലും ആറും ഒക്കെ വെട്ടിപ്പിടിച്ച് വരുമ്പോഴത്തേക്കും മൃഗങ്ങൾക്ക് ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് കാടിൻ്റെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യനുണ്ടാവുന്ന സ്ഥിതി. മാറ്റം ഉണ്ടാവില്ല. ഈ ജീവികൾക്ക് കാട്ടിൽ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയെല്ലാം നഷ്ടപ്പെട്ടു. അതെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം, അതിനുള്ള ആഹാരം ഇന്ന് കിട്ടാത്തതുകൊണ്ട് നാട്ടിൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ട നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവൂ. ഇതിനോട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. വന്യ സംരക്ഷണം തന്നെയാണ് ഇതിന് ഏറ്റവും മെയിനായ കാര്യം. നാട്ടുകാർ പറയും ഇപ്പോൾ ആനേനെ കൊല്ലണം, കടുവേനെ കൊല്ലണം, കരടിനെ കൊല്ലണം എന്ന്. അവരുടെ കേന്ദ്രത്തിൽ കയറി നമ്മൾ ആക്രമിച്ചുകൊണ്ടാണ് അത് നമ്മൾ ആക്രമിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം അതിനുള്ള പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങളും അതിൻ്റേതായ പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നത്. അല്ലാതെ സർക്കാർ ചുമ്മാ പറഞ്ഞു ഞാനിപ്പോൾ പ്രൊട്ടക്ട് ചെയ്യും, ഇപ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതമല്ലേ, ഒരു മനുഷ്യൻ്റെ ആ ഒരു ഇതല്ലേ, അത് ഈ മൃഗങ്ങളെ കൊല്ലണതാണ് എന്തുകൊണ്ട് നല്ലത്. ഇല്ല, നേരത്തെ ഉണ്ടാവേണ്ടത്. പക്ഷേ ഒരു കാര്യം, ഇവർ ഇതിനു മുമ്പ് അത് തീരുമാനിച്ചിട്ടില്ല. അവരന്നേ അത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിട്ടതാണ്. പക്ഷേ ഇപ്പോഴാണ് പ്രശ്നമായത്. പക്ഷേ ഇപ്പോൾ പ്രശ്നമായപ്പം മൊത്തം ഒരുമാതിരിയായി. കേരള സർക്കാരിന് അതിനൊന്നും ചെയ്യാവില്ല. കാര്യം ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കൊല്ലരുത്, മൃഗങ്ങളൊന്നും കൊല്ലരുത്, അവരെ പിടിച്ച് വന്യജീവി സാങ്കേതികത്തിൽ കൊണ്ടടയ്ക്കണം. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് മൃഗങ്ങളുടെ ആക്രമണം മനുഷ്യർക്ക് ഉണ്ടാവുന്നത്. ഈ സർക്കാരിനൊന്നും ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന് പറയുന്നവരുണ്ട്, കേരള സർക്കാരിന്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നവരുണ്ട്. സമ്മിശ്ര പ്രതികരണം ആ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്.